ഓഗസ്റ്റ് മാസം 7-ാം തീയതി ക്രിസ്തു വർഷം 2024. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ജീവനും ചൈതന്യവുമുള്ള ദൈവവചനവുമായി, ദൈവവചന സന്ദേശവുമായി, ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള 15 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാരുടെ കൂട്ടത്തിലെ യഹൂദന്മാരുടെ ഒരു ന്യായപ്രമാണിയായി നിക്കോദമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടായി വന്നിരിക്കുന്നു എന്നു ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു. നിങ്ങൾ പുതിയതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദമോസ് അവനോട്, ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞു, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിട്ടും ഇത് അറിയുന്നില്ലയോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നതുമില്ലതാനും. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്നിറങ്ങി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, പരിശുദ്ധനും നിത്യമായ അവിടത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ജീവനും ചൈതന്യവുമുള്ള ദൈവവചന പഠനം ഗ്രഹിക്കുവാൻ, അത് ബോധ്യമാകുവാൻ, വിശ്വസിപ്പാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നാം പഠിച്ചു വരുന്ന വിഷയം ഒരുവൻ ആത്മീയൻ ആകുന്നു എങ്ങനെ എന്നുള്ള വിഷയമാണ്. അതിനോടുള്ള ബന്ധപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ, നിക്കോദോമോസിനോട് പറഞ്ഞ്, അത് അപ്പസ്തോലനായ യോഹന്നാൻ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരുന്ന ഭാഗമാണ് നാം വായിച്ചത്. 3-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം, അതിൽ 1 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നാം പഠിച്ചു വരുന്ന വിഷയം തന്നെ ഒരു ആത്മീയൻ എങ്ങനെയാണ്. നമ്മൾ 1 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. നമുക്കറിയാം ആത്മീയനുണ്ട്, ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ. അതുപോലെ ആത്മീയ പോരാട്ടമുണ്ട് എഫേസ്യ 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ. അതുപോലെ ആത്മീയ ജീവിതമുണ്ട്, അത് 1 കൊരിന്ത്യർ 3-ൻ്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ. അങ്ങനെ ഒരു ആത്മീയ വിഷയങ്ങൾ ധാരാളമായി വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആത്മീയനാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആത്മീയനല്ല എങ്കിൽ നമുക്ക് ആത്മീയ ജീവനില്ല, ആത്മീയ ജീവിതമില്ല, ആത്മീയ
അനുഗ്രഹങ്ങളില്ല, ആത്മീയ പോരാട്ടമില്ല. നാം പ്രാകൃതനായിട്ട്, ജഡികനായിട്ട്, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല, ദൈവത്തിൻ്റെ ആശയങ്ങൾക്ക് യാതൊരു വിലയില്ലാത്തൊരു മനുഷ്യരായിട്ട് നാം ഈ ലോകത്തിൽ ജീവിക്കും. അതുകൊണ്ട് ആത്മീയനാകുക എന്നുള്ളത് വേദോസ്തവം പഠിപ്പിക്കുന്ന വളരെ പരമപ്രധാനമായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് നാം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചത്. അപ്പോൾ ആത്മീയൻ എന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിഷയം 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യമാണ്. ആത്മീയൻ്റെ പ്രത്യേകത എന്താണ്? തിരുവചനം പറയുന്നു, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിക്കുന്നു. അവൻ്റെ ജീവിതം ഒരു ആത്മീയ വിഷയമാണ്. എല്ലാ കാര്യം വിവേചിച്ച് ദൈവത്തിന് ഹിതപ്രകാരം, ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി ആകുക എന്ന് തന്നെയാണ് ആത്മീയനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അത് കൊരിന്ത്യരുടെ ജീവിതത്തിൽ ആദിമ നൂറ്റാണ്ടിൽ അത് സംഭവിച്ചില്ല. അതുകൊണ്ട് ആത്മീയൻ എങ്ങനെ ആയിരിക്കണം, അവൻ എങ്ങനെയാണ് വിവേചിച്ച് ജീവിക്കേണ്ടത്, അതിൽ ധാരാളം വിഷയങ്ങൾ പ്രബോധനമായിട്ട് അവരെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആത്മീയനാകുന്ന കാര്യങ്ങൾ നാം പഠിക്കണം, ആത്മീയ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം, ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കണം, ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് നാം പഠിച്ച് ആ ജീവിതമാണ് പഠിക്കുക, വിശ്വസിക്കുക, അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആദ്യപടിയായിട്ട് നാം എന്ത് ചെയ്യണം? വായിച്ചതുപോലെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിച്ചതുപോലെ, അതിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിച്ചു, അവനിൽ വിശ്വസിക്കുന്നവൻ, അവൻ അതിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിച്ചു. 14-15 വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഈ ഉയർത്തപ്പെട്ട കർത്താവിൽ വിശ്വസിക്കുന്നവൻ, അവനിൽ വിശ്വസിക്കുന്നവൻ, ഈ ഉയർത്തപ്പെട്ട കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഇങ്ങനെയാണ് ഒരു വ്യക്തി ആത്മീയനായിത്തീരുന്നത് എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അത് അപ്പോസ്തലന്മാർ വിശ്വസിക്കുകയും അത് പരിശുദ്ധാത്മാവിനാൽ അവർക്ക് ബോധ്യം ലഭിക്കുകയും അത് പ്രസ്താവിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു വ്യക്തി പെന്തക്കോസ്ത് നാൾ മുതൽ ഇന്നുവരെ ഒരു ആത്മീയനെ ഉണ്ടാക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞു, എല്ലാം പുതിയതാക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് നാം കടക്കണം എങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പ്രസ്താവന അത് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ എഴുതിയ ഒരു വാക്യം 2-ാം അധ്യായത്തിൽ ഒരു വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആത്മീയ മനുഷ്യനാകുക, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിക്കുന്ന ജീവിതമാണ് ആത്മീയ ജീവിതം. അതിലാണ് കൊരിന്ത്യ വിശ്വാസികൾക്ക് പരാജയം സംഭവിച്ചത്. ആ പരാജയം ഇനി സംഭവിക്കാതിരിക്കാൻ തക്കവണ്ണം വിവേചിക്കേണ്ട വിഷയങ്ങളും അതിൻ്റെ ഉപദേശങ്ങളും പൗലോസ് അപ്പോസ്തലൻ അവർക്ക് പരിശുദ്ധാത്മാവിനാൽ നൽകിയാണ് ഉണ്ടായത്. ആയതിനാൽ ആദ്യമേ ആത്മീയനാകണം. അതാണ് ആദ്യത്തെ വിഷയം. നാം ആത്മീയനായാൽ മാത്രമേ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാനും ആത്മീയ ജീവിതം നയിക്കാനും നമുക്ക് സാധ്യമാകുകയുള്ളൂ. ആത്മീയനാകാനുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശം നമുക്ക് ശ്രദ്ധിക്കാം. അതാണ് നാം 3-ാം അധ്യായത്തിൻ്റെ 1-15 വായിക്കാൻ ഇടയായത്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ആത്മീയനാകുന്നത്? ഒന്ന്, അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വീണ്ടും ജനിക്കണം, പുതിയതായിട്ട് ജനിക്കണം. അത് ഒരു സ്വാഭാവികമായ ഒരു ജനനമല്ല, അത് ആത്മാവിനാൽ നടക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ്, ഒരു സംഭവമായിട്ട്, ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു തന്നെ തൻ്റെ വായ കൊണ്ട് മൊഴിയായി നമുക്ക് നൽകിയത്. അതുകൊണ്ട് നാം വീണ്ടും ജനിക്കണം. ഇവിടെ അതിനെക്കുറിച്ച് 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് നാം പുതിയതായി ജനിക്കണം. നീ പുതിയതായി ജനിക്കുന്നില്ല എങ്കിൽ, യേശു അവനോട് അമ്മേൻ ഞാൻ നിന്നോട് പറയും, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ അങ്ങനെ നാം പുതിയതായിട്ട് ജനിച്ച്
ജനിച്ചൊരു വ്യക്തി ആണ് ആത്മീയ മനുഷ്യൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നാൽ ആ പുതിയ മനുഷ്യനിൽ ഈ ആത്മാവ് നമ്മളെ സഹായിക്കുമ്പോൾ, അത് നമുക്ക് ബോധ്യം നൽകുമ്പോൾ, അത് നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ സ്ഥിരതാമസമാണ്, സ്ഥിരമായി വസിക്കുകയാണ്. എന്നുള്ള മുദ്രയുടെ ഒരു ആത്മീയ അനുഗ്രഹങ്ങൾ നിറയ്ക്കുകയാണ്, ആത്മീയ വരങ്ങൾ നമുക്ക് നൽകുകയാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ ഈ കൊറിന്ത്യർ ലേഖനത്തിൽ ഭാവിയിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധ്യതയുള്ളത്. അതുകൊണ്ട് 3-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം പുതിയതായി ജനിക്കണം, വീണ്ടും ജനിക്കണം. രണ്ടാമതായിട്ട് അതിൻ്റെ കൂടെ പ്രധാനമായിട്ട് പറയുന്നത് ജഡത്താൽ ജനിച്ച ജഡമാണ്. നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ജനനം, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ മക്കളായിട്ട് ജനിക്കുന്നു, അത് സ്വാഭാവിക ജനനമാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ആദാമിൽ ജനിക്കുകയാണ്. അവർ കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ട കർത്താവിൽ, ഉയർത്തപ്പെട്ട കർത്താവിൽ, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടത് അസംഭവിച്ച കാര്യമാണ്. ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിതനായ കർത്താവ് അടക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇതാണ് സുവിശേഷം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ലോകത്തിൻ്റെയും പാപത്തിന് വേണ്ടിയായിരുന്നു, അതിന് പരിഹാരമായിരുന്നു, അതിന് പ്രായശ്ചിത്തമായിരുന്നു, അത് പകരക്കാരനായിരുന്നു യേശു ക്രിസ്തു എന്നുള്ളതെല്ലാമാണ് അതിൻ്റെ പിന്നിലുള്ള ഉപദേശങ്ങൾ. അങ്ങനെ വിശ്വസിച്ച് നമ്മൾ ആത്മീയനാകുക എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് 6-ാം വാക്യത്തിൽ പറയും ജഡത്താൽ ജനിച്ച ജഡം, ആത്മാവിൽ ജനിച്ചവൻ ആത്മാവ്. അതുകൊണ്ട് നമ്മൾ ആത്മീയനായി തീരണം എന്ന് തന്നെയാണ് യേശു ക്രിസ്തുവും ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മളെ പഠിപ്പിച്ചത്. അതിൻ്റെ 6-ാം വാക്യത്തിൽ ആത്മാവിൽ ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിൽ ജനിച്ചവൻ ആത്മാവ്. വീണ്ടും ജനനം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഹൗ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഹൗ ക്യാൻ ഐ ബി ബോൺ അഗെയിൻ? എങ്ങനെ ഞാൻ ആത്മീയനായി തീരാം, ഞാൻ പുതിയതായിട്ട് ജനിക്കാം? അതിന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. ഞാൻ പറഞ്ഞതുപോലെ, വായിച്ചതുപോലെ, അത് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ വീണ്ടും ജനിച്ച് നിത്യജീവനുള്ളവയായി തീരുന്നവരാണ് ആത്മീയ മനുഷ്യൻ. വീണ്ടും ജനിച്ച് പുതിയതായിട്ട് ജനിച്ച് അതെങ്ങനെയാണ് സംഭവിക്കുന്നു? ഉയർത്തപ്പെട്ട കർത്താവിൽ മരിച്ച് കാൽവരി ക്രൂശിൽ അവൻ ഉയർത്തപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നു. ഈ കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും അവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പോൾ ആത്മീയനായി വീണ്ടും ജനിച്ച് നിത്യജീവനുള്ള വ്യക്തിയാണ് ഒരു ആത്മീയ മനുഷ്യൻ. ഇതിൽ ഈ നിത്യജീവൻ ഇപ്പോഴുണ്ട് എന്നുള്ള കാര്യങ്ങൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. മരിച്ചവരായിരുന്ന നാം അവന് പുതിയ ജീവൻ ലഭിക്കുകയാണ്. ആ ജീവന് ദൈവം നിത്യജീവൻ ഒരു ദാനമായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആത്മീയ മനുഷ്യൻ നിത്യജീവൻ ഉള്ളവനാകുന്നു എന്നും അത് നമുക്കൊരു വേറെ വിഷയമായിട്ട് പഠിക്കേണ്ട വിഷയമാണെങ്കിലും അത് തുടർന്നുള്ള പഠനങ്ങളിൽ ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് പഠിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് 3-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വളരെ പ്രസക്തമാണ്. വിശ്വാസത്തിൻ്റെ ഫലമോ? ഒരുവൻ വിശ്വസിച്ചാൽ, ഈ ഉയർത്തപ്പെട്ട കർത്താവിൽ വിശ്വസിച്ചാൽ അവനെന്ത് സംഭവിക്കും? അവന് വീണ്ടും ജനനം ഉണ്ടാകുന്നു, അവൻ പുതിയതായിട്ട് ജനിക്കുന്നു, അവൻ നിത്യജീവൻ ഉള്ളവനായിത്തീരുന്നു. ഓരോ വ്യക്തിയും വിശ്വസിക്കുന്നു, എന്നാൽ ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാകുന്നു. നാമാണ് വിശ്വസിക്കുന്നത് എങ്കിലും പരിശുദ്ധാത്മാവാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം നൽകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ള വിഷയമാണ്. അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണത്. അതിന് ശേഷമാണ് മരിക്കുന്നത്. അതിനുശേഷം വ്യാഴാഴ്ച ദിവസം കർത്താവ് പെസഹ ആചരിക്കുകയും വെള്ളിയാഴ്ച മരിക്കുകയും
ഞായറാഴ്ച അതിരാവിലെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. എൻ്റെ 16 7 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചാൽ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന്, ആരാണ് അവൻ? പരിശുദ്ധാത്മാവ്. കാര്യസ്ഥൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവാണ്. അതാണ് പെന്തക്കോസ്ത് നാളിൽ വന്നത്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ആ ബോധം വരുത്തുന്ന പ്രവൃത്തി ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് മനുഷ്യ ഹൃദയങ്ങളിൽ, അവൻ്റെ മനസ്സാക്ഷിയിൽ അത് പ്രവർത്തിക്കുമ്പോൾ നാം വിശ്വസിക്കുന്നു ഈ പ്രസ്താവനയിൽ, ഈ സത്യത്തിൽ. അങ്ങനെയാണ് ഒരുവൻ ആത്മീയനായി തീരുന്നത്. അതിൻ്റെ 16-9 വാക്യത്തിൽ അവർ എന്നിൽ വിശ്വസിക്കാവുകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ലാതെ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ലാതെ ഒരു വ്യക്തിക്കും, ആദാമിൽ ജനിച്ച ഒരു വ്യക്തിക്കും ആത്മീയനാകാനും നിത്യജീവനുള്ളവനായി തീരുവാനും സാധിക്കുകയില്ല. അങ്ങനെ നമ്മൾ 16 അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ഓരോ വ്യക്തിയും വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നാം വിശ്വസിക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ദൈവശാസ്ത്രമാണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നമ്മൾ വിശ്വസിക്കാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്നു. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിയും വ്യക്തിപരമായിട്ട് ഇത് സത്യം എന്ന് വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അവൻ ആത്മീയനായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്രൂശിൽ ഉയർത്തപ്പെട്ട യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വ്യക്തി ജീവിതത്തിൽ അത്ഭുതകരമായ അത് വിശ്വാസമാകുന്നു. അത് പറയാൻ കാരണം നമ്മൾക്ക് നമ്മുടെ വിശ്വാസ സംഹിതയിൽ ഒരു വിശ്വാസത്തെ, ഒരു പെട്ടിയെ, ഒരു ട്രഷർ ബോക്സായിട്ട് നാം കണക്കിടുകയാണ്. അതിനകത്ത് ആ വിശ്വാസ ചെപ്പിൽ ഒരുപാട് സംഗതികളുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം മാറ്റി അതിൽ കർത്താവായ ക്രൂശിൽ ഉയർത്തപ്പെട്ട യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അതിലാണ് അവിടെ ആരംഭിക്കുന്നത്. ബാക്കി എല്ലാത്തിനെയും കളഞ്ഞ് ഇനി ആത്മീയ ജീവിതത്തിന് വേണ്ടതായ നിത്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവത്തിൽ വസിക്കാനുള്ള ആ ശ്രമത്തിൽ പുതിയ കാര്യങ്ങൾ, ഉപദേശങ്ങൾ നാം ഈ വിശ്വാസച്ചെപ്പിൽ കൂട്ടുകയും അത് വിശ്വസിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഒരുവൻ വ്യക്തിപരമായി വീണ്ടും ജനിച്ച് നിത്യജീവനുള്ളതായിത്തീരുന്നു. അതുകൊണ്ട് വ്യക്തിപരമായ വിശ്വാസമാണ് രക്ഷയ്ക്ക് കാരണം. എന്നാൽ അതിൻ്റെ പിന്നിൽ ദൈവം പ്രവർത്തിക്കുന്നത്, പിതാവ് പുത്രനെ അയച്ചു, പുത്രനും മരിച്ചു, പരിശുദ്ധാത്മാക്ക് ബോധ്യം നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ദൈവകൃപയാൽ ഈ വിശ്വാസത്തിലേക്ക് വരുന്നതെന്നും ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇത് വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്തമാണ്, അത് നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ സ്ഥിതി വ്യത്യാസം നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ പുതിയൊരു സ്ഥിതിയിലേക്ക് നമ്മൾ തന്നെത്താനായി തീർന്ന് ദൈവഭാഗത്തേക്ക് പോകുന്നവരല്ല. നമ്മൾ ആത്മീയനാകത്തില്ല, ഒരിക്കലും ആകത്തില്ല. ധാർമ്മിക ജീവിതം വളരെ നല്ല കാര്യമാണ്. നല്ല രീതിയിൽ നാം ജീവിക്കുന്നുവെങ്കിൽ അത് ഒത്തിരി നല്ല കാര്യങ്ങളാണ്. എന്നാൽ അതൊന്നും തന്നെ ഉയർത്തപ്പെട്ട കർത്താവിനോട് സമമായോ അതിന് തുല്യമായോ ആകുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് വീണ്ടും ജനനത്തിനോ ഒരു ആത്മീയനാകാനോ നിത്യജീവൻ പ്രാപിക്കുവാനോ അത് മതിയായതല്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 1 കൊരിന്ത്യർ 1 അധ്യായത്തിൻ്റെ 30 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെ, നിങ്ങളോ അവനാൽ, ഈ വിശ്വാസികളെ സംബന്ധിച്ച്, കൊരിന്ത്യർ വിശ്വാസികളെ കുറിച്ച് പൗലോസ് പറയുകയാണ്, അത് പരിശുദ്ധാത്മാവിൽ പറയുന്ന കാര്യങ്ങളാണ്. അതൊരു സത്യമാണത്. നിങ്ങളോ കൊരിന്ത്യ വിശ്വാസികളെ, നിങ്ങൾ അവനാരാണ്? ദൈവത്താൽ, പിതാവായ ദൈവത്താൽ യേശു ക്രിസ്തുവിൽ ഇരിക്കുന്നു. അത് മലയാളത്തിലേക്ക് പരിഭാഷയാണ്, ക്രിസ്തുവിൽ ഇരിക്കുന്നു. അത് ഇൻ ക്രൈസ്റ്റ് എന്ന ഒരു പരിഭാഷയാണ്. ഇൻ ക്രൈസ്റ്റ് എന്ന് ഇംഗ്ലീഷിലുള്ള ക്രിസ്റ്റോസ് എന്നാണ് അത് ഗ്രീക്ക് ഭാഷയിൽ. ഇൻ ക്രൈസ്റ്റ്,
അത് നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിലായിത്തീരുകയാണ്. ആദാമിൽ ജനിച്ച് ആദാമലായിരിക്കുന്ന നാം പരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിൻ്റെ പ്രവർത്തനത്താൽ നാം വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മളെ ക്രിസ്തുവിൽ കണക്കിടുന്നു, നമ്മൾ ക്രിസ്തുവിലായിത്തീരുന്നു. ഇതാണ് രക്ഷ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരുവൻ വ്യക്തി ആത്മീയനാകുന്നത്. ഇത് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. അത് വിൻസെൻ്റ് തോമസിനോ വേറെ ഒരു സുവിശേഷകനും ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല. നമുക്ക് ആവുന്നത് നമുക്ക് ഈ ദൈവിക സത്യങ്ങൾ വിളംബരം ചെയ്യാം, പ്രസ്താവിക്കാം, അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താം. എന്നാൽ അത് നിങ്ങൾക്ക് ബോധ്യം തരുന്നത്, കേൾവിക്കാർക്ക് ബോധ്യം നൽകുന്നത് അത് പരിശുദ്ധാത്മാവാണെന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളോ ക്രിസ്തുവിലായിരിക്കുന്നു, ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പരിഭാഷ. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളെ തന്നെ കഴുകി. അത് 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലാണ്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നിങ്ങളെ തന്നെ കഴുകി, ദൈവത്തിൻ്റെ ആത്മാവിനായാലും നിങ്ങളെ തന്നെ കഴുകി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും. അപ്പോൾ യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തി, അവൻ കർത്താവാണ്, അവൻ ദൈവമാണ്, അവൻ മനുഷ്യനാണ്, അത് ഒരു വ്യക്തിയാണ് എന്നുള്ള ആ വസ്തുത, അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയം ശരിക്കും മനസ്സിലാക്കി വിശ്വസിക്കാതെ ഒരു വ്യക്തിക്കും ഈ പ്രപഞ്ചത്തിൽ ആത്മീയനാകാൻ സാധിക്കുകയില്ല, നിത്യജീവൻ ലഭിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരുവൻ വിശ്വസിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് വേദത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരുവൻ ജഡികനായി പ്രാകൃതനായ ഒരു മനുഷ്യൻ അവൻ ആത്മീയനായി കഴിഞ്ഞാൽ അവനറിയാം അവൻ ആത്മീയനാണോ അല്ലയോ എന്നുള്ളത്. നമ്മുടെ ആത്മീയ ജീവിതവും സ്വാഭാവികമായിട്ടുള്ള ധാർമ്മികതയും തമ്മിൽ നമ്മൾ തിരിച്ച് കാണേണ്ടതാണ്. ധാർമ്മികമായി ജീവിക്കുന്ന, നല്ല മനസ്സാക്ഷിയോട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നല്ല കാര്യം തന്നെ. പക്ഷെ അതൊന്നും ഒരുവനെ ആത്മീയനാക്കുന്നില്ല. ആത്മീയം ആകുന്നത് ഈ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ അത് വിശ്വസിക്കുമ്പോൾ ആ പരിശുദ്ധാത്മ നമ്മളിൽ വസിക്കുകയാണ്. കൊറിന്ത്യരിൽ ഓരോ വിശ്വാസികളിലും അത് ആത്മാവുണ്ടായിരുന്നു. ആ ആത്മാവുള്ളവനാണ്, ആ ആത്മീയ ജീവനുള്ളവനാണ്, നിത്യജീവനുള്ളവനാണ് ആത്മീയ മനുഷ്യൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന 1 കൊരിന്ത്യർ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഈ കൊരിന്ത്യയിലെ വിശ്വാസികളെ സംബന്ധിച്ച് പറയുകയാണ്, യേശു ക്രിസ്തു വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും. ആ വിളി വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം നമ്മളെ ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ നിന്ന് അനേകരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകത്തെ മുഴുവനും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആര് ഇതിന് റെസ്പോണ്ട് ചെയ്യും? ആര് ഈ വിളി കേട്ട് അത് വിശ്വസിക്കും? അതാണ് വിഷയം. ഇവരെക്കുറിച്ച്, കൊരിന്ത്യരെക്കുറിച്ച് പറയുന്ന യേശുക്രിസ്തു വിശുദ്ധീകരിക്കപ്പെട്ട വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ അംഗങ്ങളാകുവാൻ നമ്മൾ വിളിക്കുകയാണ്. അതാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിൻ്റെ മാഹാത്മ്യം കൊണ്ടും അവൻ്റെ വ്യക്തിപരമായ മാഹാത്മ്യം കൊണ്ടും അവൻ്റെ തേജസ്സുള്ള പേരുകൊണ്ടും അതിലാണ് നമ്മുടെ രക്ഷയും സ്ഥിതിമാറ്റവും നിലനിൽക്കുന്നത്. നമ്മളിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഒരു പ്രവൃത്തിയും നമ്മളെ ആത്മീയനാക്കത്തില്ല. എന്നാൽ യേശു ക്രിസ്തു ചെയ്ത അവൻ്റെ പ്രവൃത്തിയിൽ, കാൽവരി മരണത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് വിശ്വാസത്തിൽ നാം സംഭവിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ വ്യക്തികളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 1-ാം വാക്യത്തിൽ പറയുന്നത്, ഇവർ കർത്താവ് യേശുക്രിസ്തു നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ. ഏവരെന്ന് പറയുമ്പോൾ ഇത് ഏകദേശം AD 57 എഴുതിയ പുസ്തകമാണ്. അപ്പോഴാണ് ഏവരോടും കൂടെ എന്ന് പറഞ്ഞാൽ AD 33 പരിശുദ്ധാത്മാവ് വന്ന് പെന്തക്കോസ്ത് നാൾ മുതൽ 33 തൊട്ട് 57 വർഷം വരെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20 വർഷവും 53
20 53 പിന്നെ 4 വർഷം കൂടി. അപ്പോൾ 24 വർഷത്തിന് ശേഷം എത്രയോ പേര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, ഈ ആത്മീയരായിട്ടുണ്ടോ, അവരെല്ലാവരും ചേർത്ത് ആ സമൂഹമായിട്ട് നാം എണ്ണപ്പെടുകയാണ്. പെന്തക്കോസ്ത് മുതൽ ദൈവം വിളിച്ച് കൂട്ടുകയാണ്. പെന്തക്കോസ്ത് മുതൽ തൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളെ കൂട്ടുകയാണ്. അത് സഭ എന്നാണ് പറയുന്നത്. അത് മണവാട്ടി സഭയാണ്. നമ്മൾ എല്ലാവരും ശരീരത്തിൻ്റെ ഭാഗം. അതിലേക്ക് നാം വരികയാണ്. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിലെ ആദ്യ ദിവസം, അന്നത്തെ ദിവസം 3000 പേര് രക്ഷിക്കപ്പെട്ടു. തുടർന്ന് 10,000 പേര്. അങ്ങനെ കാലാകാലങ്ങളിലായി ത്രിയേക ദൈവം വിളിച്ച് കൂട്ടുകയാണ്. നിങ്ങൾ ഈ വിളി കേൾക്കുമ്പോൾ നിങ്ങൾ അതിനോട് പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വിശ്വസിക്കുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വിളിച്ചു കൂട്ടിയ വിഭാഗത്തെ സാർവത്രിക സഭ എന്ന് വിളിക്കുന്നു. ഇതാണ് മലയാളത്തിൽ നമ്മൾ പറയുന്ന കാത്തോലിക സഭ. ഇംഗ്ലീഷിൽ കാത്തലിക് ചർച്ച് എന്ന് പറയും. അതായത് യൂണിവേഴ്സൽ ചർച്ച്, സാർവത്രിക സഭയാണ്. പെന്തക്കോസ്ത് നാൾ മുതൽ ആരൊക്കെ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ചേർന്ന ഒരു സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. അത് കർത്താവ് യേശുവിൻ്റെ ശരീരമാണ്, അവൻ്റെ മണവാട്ടിയാണ്. ഈ സഭയെ ലത്തീൻ ഭാഷയിൽ കാത്തലിക് എന്നാണ് പറയുന്നത്. ഈ ലാറ്റിൻ വാക്കിൽ സാർവത്രിക സഭയെ കുറിക്കുന്നൊരു വാക്കാണ് കാത്തലിക് എന്ന് പറയുമ്പോൾ. അത് റോമൻ കാത്തലിക് അല്ല. അത് റോമൻ കാത്തലിക് സഭ എന്ന് പറയുന്നത് ഈ കത്തോലിക്ക സഭയുടെ ഒരു ഭാഗം മാത്രമാണ്. കർത്താവ് യേശുവിന് ഒരു സഭയേ ഉള്ളൂ. ആ സഭ കാതോലിക സഭയാണ്. അതിൽ ദൃശ്യവും അദൃശ്യവുമായ വ്യക്തികളുണ്ട്. നാം ആരും പത്രോസിനെയോ പൗലോസിനെയോ കണ്ടിട്ടില്ല. അവർ മരിച്ച് സ്വർഗത്തിൽ ദൈവസന്നിധിയിലാണ്. അവർ അദൃശ്യമായ വ്യക്തികളാണ്. അതുകൊണ്ട് അവർ അദൃശ്യ സഭയുണ്ട്. പെന്തക്കോസ്ത് നാൾ മുതൽ ഇന്ന് വരെ മരിച്ച് കർത്താവിനോട് കൂടെയുള്ള സഭയുടെ അംഗങ്ങൾ. പിന്നെ ഒരു ഭാഗമുള്ളത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആത്മീയരായ ദൈവമക്കൾ, സഭയുടെ അംഗങ്ങൾ. ഇത് മൊത്തത്തിൽ ചേർന്നതാണ് സഭ, കാതോലിക സഭ, സാർവത്രിക സഭ. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീയമായി ദൈവം നൽകുന്ന വലിയ അനുഗ്രഹങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വീണ്ടും ജനിക്കുന്നു, പുതിയ ജനിക്കുന്നു, നിത്യജീവൻ ലഭിക്കുന്നു. നമുക്ക് കർത്താവ് യേശുക്രിസ്തു ശരീരമായ സഭയുടെ അംഗങ്ങളായിത്തീരുന്നു. അതുകൊണ്ട് ഈ ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരുമായിട്ട്, ഇതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവമക്കളുമായിട്ട് നമുക്ക് കൂട്ടായ്മയുണ്ട് എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെ അദൃശ്യസഭ, ദൃശ്യസഭ എന്ന 2 വാക്കുകൾ ശ്രദ്ധേയമാണ്. മരിച്ച കർത്താവിനോടുള്ളവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ഈ കൂട്ടമാണ്. ഇതാണ് കാതോലിക സഭ എന്ന് നാം പറയുന്നത്. അത് ഓർത്തഡോക്സ് സഭയുടെ വളരെ വ്യത്യസ്തമാണ്. ഓർത്തഡോക്സ് സഭ അവരുടെ പാരമ്പര്യമനുസരിച്ച് അവിടെ തുടങ്ങി, അവരാണ് അതിൻ്റെ ശരി എന്നുള്ള ഒരു ആശയം മാത്രമാണ്. അത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഒരു സിദ്ധാന്തമാണത്. ഒരു പാരമ്പര്യം കൊണ്ട് അവിടെ ഞങ്ങൾ ആരംഭിച്ചു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ്. എവിടെയെങ്കിലും ആരംഭം വേണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ശരിയായിട്ടുള്ള സഭയാണ്. കാതോലിക സഭ എന്ന് പറയുമ്പോൾ, കാത്തലിക് ചർച്ച് എന്ന് പറയുമ്പോൾ അത് ഇപ്രകാരം കർത്താവ് യേശു ക്രിസ്തുവിൽ അവൻ്റെ മരണത്തിൽ വിശ്വസിച്ചവരുടെ കൂട്ടം ആണ് എന്നുള്ള വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പിൽക്കാലങ്ങളിൽ ഒരുപാട് സഭകൾ ഈ ലോകത്തിലുണ്ട്, ഇന്നുമുണ്ട്. അവർ പല വിധത്തിൽ പല പാഷണ്ട സഭകളാണ്. ചിലതിൽ ചില സത്യങ്ങളുണ്ട്. എന്നാൽ പല സഭകളിലും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റാവുന്ന ഉപദേശങ്ങളല്ല എന്നുകൂടി ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റു ചില കാര്യങ്ങളോട് ഓർപ്പിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 1 കൊറിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 25 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങൾ. 1 കൊറിന്ത്യർ അതിൻ്റെ നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ള ഭാഗങ്ങളാണെങ്കിലും ഒരിക്കൽ കൂടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ, 25 മുതൽ 30 വരെ 5 വാക്യങ്ങൾ വായിക്കാൻ നമുക്ക്. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെ
മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. 26 വാക്യം, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായപ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരുമേറെയില്ല. ജ്ഞാനികളിൽ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. 28 വാക്യം, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചും ആത്മീയനാകുന്നതും നമ്മുടെ ആത്മീയ അനുഗ്രഹങ്ങൾ എല്ലാത്തിനും കാരണം അത് ദൈവമാണ്. ദൈവമാണ് നമുക്ക് സഹായം. ആരും പ്രശംസിക്കാതിരിക്കുക. ദൈവത്തിൽ ആർക്കും പ്രശംസിക്കാനില്ല. ഇതെല്ലാം നമുക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങളാണ്, തൻ്റെ പുത്രൻ ചെയ്ത കാര്യങ്ങളാണ്. അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം നൽകുന്നത്. അതുകൊണ്ടാണ് ഈ 29 വാക്യം, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഇത് ദൈവത്തിൻ്റെ തീരുമാനവും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ വിളിയുമാണ്. ഈ ദൈവത്തിൻ്റെ തീരുമാനം, ഈ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ഈ ദൈവത്തിൻ്റെ വിളി കേൾക്കുന്ന ഓരോരുത്തരും അതിനോട് പ്രതികരിക്കുമോ, അത് വിശ്വസിക്കുമോ, അതിന് യെസ് പറയുമോ എന്നുള്ളതാണ് പരമപ്രധാനമായ വിഷയം. ഒന്ന് പറയുന്നതിൻ്റെ 30 വാക്യം, നിങ്ങളോ, ഈ കൊരിന്ത്യ വിശ്വാസികളോട് പറയാം, നിങ്ങളോ അവനാൽ. ആരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവസേന ഒരു ജഡം, ദൈവമാണ് ഇവിടെ പ്രധാന വിഷയം. നിങ്ങളോ ദൈവത്താൽ യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നു. യു ആർ ഇൻ ക്രൈസ്റ്റ്. അവൻ നമുക്ക്, ആര്? ഈ യേശു ക്രിസ്തു. ഈ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ പോലെ ഉയർത്തപ്പെട്ട ഈ കർത്താവ്, മരിച്ച് അടക്കപ്പെട്ട കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ്, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുകയാണ്. അവൻ നമുക്ക് ദൈവത്തിന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും. ഇതൊക്കെ ദൈവം ചെയ്ത പ്രവൃത്തിയാണ്, നമ്മുടെ സ്വന്തം പ്രവൃത്തികളല്ല. സൗജന്യമായിട്ട് നമുക്ക് ഒരു ഓഫർ നൽകുകയാണ്. എൻ്റെ പുത്രൻ ഞാൻ അയച്ചു, അവൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു, നിങ്ങളത് സ്വീകരിക്കുമോ? ഇതെങ്ങനെ സ്വീകരിക്കും? ദൈവം തരുന്നത് വിശ്വാസ കൈനീട്ടി വാങ്ങാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇത്ര മഹത്തായ വിളി, രക്ഷയ്ക്കായുള്ള ദൈവിക വിളി, അത് നാം വിശ്വസിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നാം വിശ്വസിക്കുമോ? ഈ 1 കൊരിന്ത്യർ 6 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ ഇപ്രകാരം, കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും, ഈ ഇവരെക്കുറിച്ച് പറയുകയാണ് 6 അധ്യായത്തിൽ അതിൻ്റെ 11 വാക്യത്തിൽ, നിങ്ങൾ കർത്താവ് യേശുക്രിസ്തു നാമത്തിലും നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവിനാലും കഴുകപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു, ശുദ്ധീകരിക്കപ്പെട്ടു. യുസി, എത്രയോ അത്ഭുതമായ കാര്യങ്ങളാണ് നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്നത്. ജീവിതകാലം മുഴുവൻ പള്ളിയിൽ പോയതുകൊണ്ടോ അവിടുത്തെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ ഒരു പ്രയോജനവും വേദപുസ്തകം പറയുന്നില്ല. എത്ര നന്നായിട്ട് ജീവിക്കുന്ന നല്ല കാര്യം, പള്ളിയിൽ പോകുന്ന കാര്യങ്ങളും നല്ലത്, പക്ഷേ അതൊന്നും തന്നെ നമ്മൾ ആത്മീയനാക്കുകയില്ല. അങ്ങനെ ആരെങ്കിലും ആത്മീയനായി ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അതിൻ്റെ പ്രമാണം വ്യത്യാസമാണ്. ദൈവത്തിൻ്റെ പ്രമാണം അത് ദൈവവചനത്തിലെ പ്രമാണമാണ്. അങ്ങനെ എന്ന് വെച്ചാൽ കർത്താവ് യേശുക്രിസ്തു മരണത്തിനും പുനരുദ്ധാനം വിശ്വസിച്ചവർ സാർവത്രിക സഭയുടെ അംഗങ്ങളായി തീരുകയാണ്. അതാണ് നമ്മുടെ കൺക്ലൂഷൻ. വിശ്വാസമാണ്. എന്നാൽ വിശ്വസിച്ച് നാം പ്രവർത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ വിശ്വസ്ത മാത്രയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അത് നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ സ്ഥിതി എന്താണ്, നമ്മുടെ പദവി എന്താണ്, നമ്മൾ ക്രിസ്തുവിൽ എന്താണ്, നമ്മൾ വീണ്ടും ജനിച്ച, പുതിയതായി ജനിച്ച നിത്യജീവനുള്ളവരാണ്. അത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ യോഗ്യതയാണ്. അത് യോഗ്യതയിൽ മാത്രമാണ്, നമ്മുടെ അല്ല. ആരും ദൈവത്തിന് ഒരു ജഡവും പ്രശംസിക്കാൻ പാടില്ല. നമുക്ക് പ്രശംസിക്കേണ്ടത് ദൈവത്തിലും ദൈവം തൻ്റെ പുത്രനിൽ ചെയ്ത കാര്യങ്ങളിൽ മാത്രമാണ്.
അങ്ങനെ കർത്താവ് യേശുക്രിസ്തു മരണത്തിനും പുനരുദ്ധാനം വിശ്വസിച്ചവർ സാർവത്രിക സഭയുടെ അംഗമായി തീർന്നു. സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്. വിശ്വസിച്ചവർ ആത്മീയരെന്ന് തിരുവചനം പ്രസ്താവിക്കുന്നു. ആത്മീയൻ സകലവും വിവേചിക്കുന്നു. അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിവേചിച്ച് നാം തുടർന്ന് ജീവിക്കണം. എല്ലാ കാര്യങ്ങളിലും, വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം, ലൈംഗിക ജീവിതം, സാമ്പത്തിക വിഷയങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ, എല്ലാം തന്നെ നമ്മൾ വിവേചിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുക തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആത്മീയനാകുകയും ആത്മീയൻ സകലം വിവേചിക്കുകയും ചെയ്യുന്നു. ആ ആത്മീയൻ നിങ്ങൾക്കാകാൻ ആഗ്രഹമുണ്ട്. താങ്കൾ ഈ സത്യം വിശ്വസിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇതൊരു പ്രസ്താവനയാണ്, സത്യത്തിൻ്റെ ഒരു പ്രസ്താവനയാണ്. അതുകൊണ്ട് ഇവിടെ ദൈവവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന്. കാരണം ദൈവം സത്യമാകിയാൽ സത്യം മാത്രമേ പറയുകയുള്ളൂ. അത് സത്യമാണ് എന്നും കർത്താവ് യേശുക്രിസ്തു വാസ്തവമായി നമ്മുടെ പാപങ്ങൾ കൊണ്ട് മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ നിമിഷം, ആ മാത്രയിൽ ഈ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വകയാണ്. നമ്മൾ വീണ്ടും ജനിച്ച് നമ്മൾ നിത്യ ജീവനുള്ളവരായി ആ നിമിഷം മുതൽ നമ്മൾ തുടങ്ങും. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദൈവവചന പഠനത്തിൽ നന്ദി പറയാം. സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ബോധ്യം നൽകുകയും അത് വിശ്വസിച്ച് ആത്മീയരായിട്ട് നിത്യജീവനുള്ളവരായിട്ട് ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതം തുടങ്ങാൻ തക്കവണ്ണം ഞങ്ങൾ സഹായിക്കണമേ എന്ന് കർത്താവിൻ്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ബുധനാഴ്ച കാണാം. അടുത്ത വേറൊരു സന്ദേശമായി നിങ്ങളെ സമീപിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്.